അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ അഖീദയിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ മറക്കാതെ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ ഇടതുഭാഗത്ത് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശരിയായതെടുത്ത് ഈ കള്ളികളിൽ എഴുതി കൊടുക്കുക. ഒന്ന്, കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് യാസീനാണ്. ആൻസർ യാസീൻ. രണ്ട്, ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് സൂറത്താണ്? ഉത്തരം ഫാത്തിഹ. മൂന്ന്, താദിലു സുലുസു അൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തുൽ ഇഖ്ലാസ്. അതവിടെ എഴുതി കൊടുക്കുക. 4, അൻബിയാക്കളിൽ നിന്ന് ഉണ്ടാവുന്നത്? ഉത്തരം മുഅ്ജിസത്ത്. 5, ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്? അത് ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലോ? കറാമത്ത്. 6, ഫാത്തിഹയിലെ ഷദ്ദുകൾ എത്രയാണ്? 14 7, ഖുർആൻ അവതരിക്കപ്പെട്ട വർഷം? 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ തന്ന ഉത്തരങ്ങൾ യോജിച്ച ഭാഗത്ത് എഴുതി കൊടുത്താൽ മതി. 1, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ്? ഉത്തരം ശൈത്താൻമാർ. 2, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കൽ, അതായിരുന്നില്ലേ? 3, ജീവിതകാലത്തെ പോലെ മരണാന്തരവും ഡാഷ് ഉണ്ടാകുന്നതാണ്. പൂരിപ്പിച്ചു കൊടുക്കാം. ജീവിതകാലത്തെ പോലെ മരണാന്തരവും കറാമത്ത് ഉണ്ടാകുന്നതാണ്. 4, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത്? ഉത്തരം വടി, സർപ്പം. എന്ന് വെച്ചാൽ വടി നിലത്തിട്ടാൽ അതൊരു സർപ്പമായി മാറും. 5, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ? ഉത്തരം അൽ ഖുലഫാ റാഷിദൂൻ. അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം. ചോദ്യം 1, സുന്നത്തുൻ ഹസനത മൻ അമില ബിഹ മിൻ ഉജൂരിഹിം മൻ സന്ന ഫിൽ ഇസ്ലാമി ഷൈഉൻ വ അജ്റു മൻ അമില ബിഹ ഫലഹു അജ്റുഹ. ഇത് ഓർഡറിലല്ല തന്നിട്ടുള്ളത്, ഇത് നമ്മൾ ഓർഡറിലാക്കി എഴുതണം. എങ്ങനെ എഴുതുക? ഉത്തരം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻകുസ മിൻ ഉജൂരിഹിം ഷൈഉൻ. 11ാമത്തെ പാഠമായ അൽ ബിദ്അത്ത് എന്ന പാഠത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. 33ാമത്തെ പേജിലാണ് ഇതുള്ളത്. ഇതിൻ്റെ അർത്ഥം പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അർത്ഥവും ചോദിക്കാറുണ്ട്. 2, ഇന്നാ ലഹു ലഹാഫിളൂൻ വ ഇന്നാ ലഹു നസ്സൽന ദിക്റ. ഇത് ശരിയാക്കി എഴുതുമ്പോൾ ഉത്തരം ഇന്നാ ലഹു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിൻ്റെ അർത്ഥം കൂടി പഠിക്കണം, ഇത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇഅ്ജാസുൽ ഖുർആൻ എന്ന പാഠം 9 അഥവാ 26ാമത്തെ പേജിൽ ഉണ്ട്. 3, വൽ അർളി ഇല്ലല്ലാഹു ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി അൽ ഗൈബ. അത് ഓർഡറിലാക്കി എഴുതുമ്പോൾ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഇത് നമുക്ക് 8ാമത്തെ പാഠമായ ഇൽമുൽ ഗൈബ് എന്ന പാഠത്തിൽ കാണാൻ സാധിക്കും. പേജ് നമ്പർ 23. അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1, ദജ്ജാലിനെ കൊല്ലുന്ന നബി? ഓപ്ഷൻ ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. ശരി, ഈസ നബി അലൈഹിസ്സലാം. 2, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കൽ? ഓപ്ഷൻസ് സിഹ്ർ, റിദ്ദത്ത്, കുഫർ. ഏതാണ് ഉത്തരം?
റിദ്ദത്ത്. 3. മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഓപ്ഷൻസ്: സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഉത്തരം: ഇജ്മാ. ചോദ്യം 4. നിസ്കാരവും ഖുതുബയും മറ്റു ഭാഷയിലായിരിക്കൽ. ഓപ്ഷൻസ്: സുന്നത്ത്, ഹസനത്ത്, ബിദ്അത്ത്. ശരിയായത് ബിദ്അത്ത്. അത് ബിദ്അത്തുൽ ളലാലത്തിലാണ് പെടുക, ബിദ്അത്തുൽ ഹസനത്തിലല്ല. ബിദ്അത്ത് എത്ര വിധം എന്ന ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അത് 2 വിധം എന്ന് എഴുതണം: ബിദ്അത്തു ഹസനത്ത്, ബിദ്അത്തു ളലാല. ബിദ്അത്തു ഹസനത്ത് എന്താണെന്നും ബിദ്അത്തു ളലാല എന്താണെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും അതും പഠിച്ചു വെക്കുക. 5. സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തത്. ഓപ്ഷൻസ്: മുഅ്ജിസത്ത്, കറാമത്ത്, ഒയ്ബ്. ശരിയായത് ഒയ്ബ് എന്നതാണ്. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കാം. ചോദ്യം 1. സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും കുറ്റകരമായത് ഡാഷ്. ഉത്തരം: റിദ്ദത്ത്. 2. ജിന്നും പിശാചും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് ഡാഷ്. ഉത്തരം: നിർബന്ധമാണ്. 3. മക്കിയായ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? 86. പിന്നെ മദനിയായ സൂറത്തുകളുടെ എണ്ണം 28ആണ്. ഇനി അടുത്തത്, അൻബിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാഭ്യർത്ഥന ഡാഷ്. ഉത്തരം: പ്രാർത്ഥനയല്ല. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഡാഷ് സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഉത്തരം: 1,00,000-ൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം: അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത്. 2. നൈൽ നദിയിൽ ഇടാൻ കത്തെഴുതിയത് ആരാണ്? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ഇത് നമുക്ക് ശരിക്കും പാഠത്തിൽ തന്നിട്ടില്ല. പക്ഷേ പിതാവിൻ്റെ പേരൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാഠം 5 അസ്ഹാബുൽ നബി എന്ന പാഠത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായ 10 സ്വഹാബികളുടെ പേര് പഠിച്ചിരുന്നു. അവരുടെ അവസാനത്തിൽ തന്നെ, അവരുടെ ആ പേരിൻ്റെ അവസാനത്തിൽ തന്നെ അവരുടെ ഉപ്പാൻ്റെ പേരും പിതാവിൻ്റെ പേരും തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ അതിൽ അവസാനം തന്നെ ഉണ്ട് അഫ്ഫാൻ. അഫ്ഫാനാണ് പിതാവ്. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ ബനു അബി കുഹാഫ റളിയല്ലാഹു അൻഹു ആണ് അബൂബക്കറിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ പിതാവിൻ്റെ പേര് അബി കുഹാഫ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഡാഷ്. ഉത്തരം: അബി കുഹാഫ. ചോദ്യം 4. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ഡാഷ്. ഉത്തരം: പിശാച്. ചോദ്യം 5. കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത് ഡാഷ്. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. റിദ്ദത്ത് എന്നാൽ എന്താണ്? ഇത് 13ാമത്തെ പാഠമായ റിദ്ദത്തു എന്ന പാഠത്തിലെ 38ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫിലുണ്ട്. ഉത്തരം പഠിക്കുക. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനെ റിദ്ദത്ത് എന്ന് പറയും. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് പഠിച്ചു വെക്കണം. ഇതെപ്പോഴും വരാറുണ്ട്. ഇനി റിദ്ദത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം ചോദിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകൽ എന്നാണ്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനൊക്കെ ഉണ്ടാവും. റിദ്ദത്തിൻ്റെ അർത്ഥം എഴുതാൻ മതത്തിൽ നിന്ന് പുറത്തു പോകൽ. ചോദ്യം 2. ബിദ്അത്തുൽ ളലാല എന്നാൽ എന്താണ്? 11ാമത്തെ പാഠമായ അൽ ബിദ്അത്തിലെ 33ാമത്തെ പേജിലെ അവസാനത്തെ വരിയാണ്. ഉത്തരം: ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൽ ളലാലത്താണ്. ഇനി ബിദ്അത്തുൻ ഹസന എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതണം. ഖുർആന്, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട്
എതിരല്ലാത്തതാണ് ബിദ്അത്തുൻ ഹസന. ഇനി ചോദ്യം 3. വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് തെളിവ് സഹിതം വിശദീകരിച്ച് തന്നവർ ആരെല്ലാം? ഉത്തരം 6ാമത്തെ പാഠമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പാഠത്തിലെ 17ാമത്തെ പേജിലെ അവസാനത്തെ വരിയിലുണ്ട്. ഉത്തരം പഠിച്ചു വെക്കുക. ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല എന്നവരും ഇമാം അബു മൻസൂരിനിൽ മാത്തൂരിദി റഹിമഹുല്ല എന്നിവരുമാണ്. ആ 2 പേര് എഴുതിയാൽ മതി. ഇവരാണ് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത്. ചോദ്യം 4. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം നൈൽ നദി കുട്ടിയെ കടപ്പുറത്തിടും, ഫിർഔൻ കുട്ടിയെ എടുക്കും, കുട്ടിയെ തിരിച്ചു കിട്ടും, കുട്ടി മുർസലുകളിൽ പെട്ട ആളാണ്. ഈ കാര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിയായ കാര്യങ്ങളാണ്. ചോദ്യം 5. അംബിയാ മുർസലുകൾ ആരാകുന്നു? ഉത്തരം 3ാമത്തെ പാഠമായ അൽ മുഅ്ജിസത്ത് എന്ന പാഠത്തിലെ ആദ്യത്തെ വരി തന്നെയാണ്. ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അൻബിയാ മുർസലുകൾ. അടുത്ത പ്രവർത്തനം ആശയം എഴുതാം. ചോദ്യം 1. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഉത്തരം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇനി 2ാമത്തെ ചോദ്യം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഉത്തരം അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് അഖീദയിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആദ്യത്തെ പാഠങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.